ഇതൊക്കെ എങ്ങനാടാ? നമ്മൾ കുറെ ആഗ്രഹിക്കും, ചിലത് കിട്ടും, ചിലത് കിട്ടുക. കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരിക്കലും കിട്ടുകയില്ല. അതാ ജീവിതം. പോട്ടറ നടക്കും മാമച്ച. നിങ്ങൾക്ക് വേണ്ടി ഒരാൾ കാത്തിരിപ്പുണ്ടാവും. നോക്കൂ. അതെ, വീട്ടിൽ ചെന്ന് വീട് കൂട്ടിയിട്ടിരിക്കുക. നാട് മൊത്തം അരിച്ചു പിറക്കി. ചാർലിയുടെ പൊടി പോലും കാണാനില്ല. എന്റെ കർത്താവ് ജോസേ, എന്നാ പറയുന്നത്? നീ കൊണ്ടുവന്ന ആലോചന ഒന്ന് സമാധാനിക്ക് പറയില്ലേ? എങ്ങനെ സമാധാനിക്ക് വെച്ചോ? ഇതിപ്പോ രണ്ടാമത്തെ തവണ എന്റെ കൊച്ചിന്റെ കല്യാണം മുടങ്ങുന്നത്. ചാർലി അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പിന്നെ എവിടെയാ? നീയൊക്കെയല്ലേ 24 മണിക്കൂർ അവന്റെ കൂടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇപ്പൊ നിന്ന് അവനെ ന്യായീകരിക്കുന്ന. കൂടെ ഉണ്ടായിരുന്നു വെച്ച് ഞാനിപ്പോ എന്നാ ചെയ്യാനാ? രണ്ടാമത്തെ തവണ എന്റെ കൊച്ചിന്റെ കല്യാണം മുടങ്ങുന്നത്. ചാർലി അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പിന്നെ എവിടെയാ? നീയൊക്കെയല്ലേ 24 മണിക്കൂർ അവന്റെ കൂടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇപ്പൊ നിന്ന് അവനെ ന്യായീകരിക്കുന്ന. കൂടെ ഉണ്ടായിരുന്നു വെച്ച് ഞാനിപ്പോ എന്നാ ചെയ്യാനാ? എന്റെ നാടായത്. നീ ഇതിനൊക്കെ മറുപടി പറയണം. ഞാൻ എന്നാ പറയാനാ? മാമച്ചനൊന്ന് മൂപ്പിക്കാൻ വേണ്ടി ചാർലിയുടെ കൂടെ നിന്നു എന്ന് പറയുന്നത് നേരം. പക്ഷെ അവനെങ്ങനെ ഒരു ചെയ്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ഒരു പെങ്കൊച്ചിന്റെ ജീവിതം വെച്ചിട്ടാണോ നീയൊക്കെ? വരീതെ, വിഷമിക്കാതെ. കർത്താവ് എന്തേലും വഴി കാട്ടിയത്. നീ കൊച്ചിനെ കാര്യം ധരിപ്പിക്കും. ഞാൻ എന്റെ കൊച്ചിനോട് എന്നാ അച്ചോ പറയാ? നീ അങ്ങോട്ട് ചെല്ല്. എന്റെ തെറ്റ. അവൻ ആരാ എന്താന്നൊന്നും അന്വേഷിക്കാതെ ചാച്ചൻ ഈ കല്യാണം ഉറപ്പിച്ചത്. നിന്റെ അഭിപ്രായം എന്താന്ന് പോലും ഞാൻ ചോദിച്ചില്ല. എല്ലാം എന്റെ തെറ്റ. കരയാതെ. അല്ല, വാരി ഇതൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്കൊക്കെ എന്നതാ പ്രാന്ത് പിടിച്ചത്? ഈ മാമച്ചനെ കൊണ്ട് എന്നെ മോളെ കെട്ടിക്കണമെന്നാണോ അച്ഛൻ പറയുന്നത്? എന്റെ മോളിക്കുട്ടിയുടെ കൂടെ സ്കൂളിൽ പഠിച്ചാൽ അവൻ. എന്റെ കൊച്ചിന് ഈ മാമച്ചനുമായിട്ട് എന്നാ പ്രായ വ്യത്യാസം ഉണ്ടെന്ന് അച്ഛൻ വിചാരിച്ചിരിക്കുന്നത്? ആ പ്രായത്തിന്റെ കണക്കൊന്നും നീ എന്നോട് പറയരുത്. കന്യാമറി ഔസഫ് പിതാവിനെ എത്രാം വയസ്സിലാണ് കെട്ടിയത്? അവര് തമ്മിലുള്ള പ്രായ വ്യത്യാസം എത്രയാണെന്ന് നിനക്കറിയാവോ? എനിക്കെങ്ങനെ അറിയാൻ മേലെ. അല്ലെങ്കിൽ പോട്ടെ, നമ്മുടെ AK ആന്റണി എലിസബത്തിനെ എത്രാം വയസ്സിലാണ് കിട്ടിയത്? അതാ പറഞ്ഞത്. പ്രായത്തിലൊന്നുമല്ല കാര്യം, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതില്ല. അത് വേണ്ടച്ചോ. ഇപ്പൊ എന്റെ മോളുടെ കല്യാണം മുടങ്ങിയെന്ന് വെച്ച് അവളെ ഏതെങ്കിലും ഒരുത്തന്റെ തലയെ കെട്ടിവെക്കാൻ എന്നെ കൊണ്ട് പറ്റുകയല്ലെന്നേ. എനിക്കും അവനോട് ചുരുക്കുള്ളതാ. പക്ഷെ ഈ ഒരു സാഹചര്യത്തില് അച്ഛൻ പറയുന്നതിൽ എന്റെ ശരി. പിന്നെ വറീത് കരുതുന്ന പോലെ ഏതെങ്കിലും ഒരുത്തനല്ല ഇപ്പൊ മാമച്ചൻ. MLA കേരളം ആര് ഭരിക്കണമെന്ന് ഇപ്പൊ അവന്റെ തീരുമാനത്തില്. അതവൻ തീരുമാനിച്ചോട്ടെ. പക്ഷെ എന്റെ മോളെ ആര് കേട്ടണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എന്റെ വറീതെ, നിനക്ക് അവനോട് ചെറിയ വിരോധമുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും പറയുക, അവൻ എന്റെ കൊച്ചിനെ പൊന്നുപോലെ നോക്കും. ഈ ഭൂമിയിൽ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മാമച്ചനായിരിക്കും. അവന്റെ മനസ്സ് കണ്ടവനല്ല. കുംഭസാര രഹസ്യമായതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നീ അവിടെ മനസ്സൊന്നറിയ. മാമച്ചനോട് ഞാൻ സംസാരിച്ചോളാം. അച്ഛൻ തൽക്കാലം അവനോട് സംസാരിക്കാനൊന്നും പോകണ്ട. ഈ കല്യാണം മുടക്കിയതിന്റെ പിന്നിൽ മാമച്ചനാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നീ എന്നടിയൊന്നും പറയരുത്. എന്തൊക്കെയാ നിന്റെ അപ്പം പറഞ്ഞു കൂട്ടണേ? ദൈവദോഷം കിട്ടും കേട്ടോ. നിന്റെ കല്യാണം മുടക്കാനായിരുന്നേ മാമച്ചനെ നേരത്തെ ആകാമായിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഞാൻ ഒരുപാട് പേരെ സഹായത്തിന് വിളിച്ചതാ. ആരും ഉണ്ടായില്ല അന്ന്. അവസാനം ഞാൻ മാമച്ചനെ വിളിച്ചു. അന്ന് മാമച്ചനൊക്കെ ഡൽഹിയിൽ വന്നപ്പോ ഒരു നേഴ്സ് മരിച്ചവരെ പറഞ്ഞില്ലായിരുന്നോ? ഞങ്ങൾക്കൊരു അന്വേഷണം ആവശ്യപ്പെട്ട് സമരത്തിലായിരുന്നു. പക്ഷെ ഇപ്പോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ലിസിയൊക്കെ ഹോസ്റ്റൽ മുറിയില് ലോക്ക് ചെയ്തിരിക്കുക. പോലീസൊക്കെ അവരുടെ ഭാഗത്താ. എന്തേലും ഒന്ന് ചെയ്യാവോ? ഞാൻ നോക്കിക്കോളാം. അടക്കം എല്ലാവരും ഇവിടെ വന്നത് മാമച്ചൻ പറഞ്ഞിട്ടാ. ആരും ഒന്നും അറിയണ്ടെന്ന് മാമച്ചൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ നിന്നോട് പോലെ ഇക്കാര്യം പറയാനത്.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അതെ, കണ്ടുപിടിച്ചു. ഇങ്ങനെ കൊള്ളാക്കോ? എന്തോ നനയ്ക്കാൻ വല്ലതും ഉണ്ടോ? ഒരു അരയിരിപ്പുണ്ട്, പോയാലോ? വന്നതിൽ സന്തോഷം. നല്ല ദിവസമായതുകൊണ്ട് ഒരു സന്തോഷമുള്ള കാര്യം പറയും. എന്നാ നിയുക്ത കായിക മന്ത്രിക്ക് അഭിവാദ്യങ്ങൾ. കായിക മന്ത്രിയോ? എന്താ വിശ്വസതയില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇത് കേട്ട മാമച്ചനൊന്ന് ഞെട്ടുവന്ന്. സഖാവെ, പറയാനേലൊന്നും തോന്നരുത്. എന്ത്? മന്ത്രിയാവരുത് ഞാനില്ല. ഏ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? ഇത് മുന്നണി തീരുമാനമാണ്. അതൊന്നും ശരിയാവില്ല. ഒരു മിനിറ്റ്. സഖാവിന് ഭക്ഷണം കഴിക്കാൻ സെറ്റപ്പെട്ടിയേക്ക്. സഖാവ് ചെല്ല. നിങ്ങൾക്കും അതന്നെ. അപ്പൊ ഞെട്ടിയതല്ലേ? ആ അവനെ പറഞ്ഞു ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ ആ, അയ്യോ, വേണ്ടായിരുന്നില്ല. ഒരു ഫോട്ടോ എടുത്തു. ഒരു മാടി. എടാ, നിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ച ഇങ്ങോട്ട് മാറ്റം ഉണ്ടാവും. ആ എന്നാ ഇനി അധികം താമസിക്കില്ല. ഞാൻ ബാഗ് വണ്ടി ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. തോമാച്ചൻ ഭയങ്കര സന്തോഷത്തില. അവന്റെ വിചാരം നീ ഏതാണ്ട് വലിയ ഉപകാരം ചെയ്താണെന്ന്. പിന്നല്ലാതെ എടാ എടാ എടാ, നീ ഇനിയിപ്പൊ അങ്ങ് തിരുവനന്തപുരത്തായിരിക്കും. അപ്പൊ അമ്മച്ചിക്ക് ഒരു കാവല് വേണം. അതുകൊണ്ടല്ലേ നീ അവനെ ഇങ്ങോട്ട് തട്ടിയത്? ഓ, അവൻ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോ. അപ്പൊ അമ്മച്ചിക്കല്ല മനസ്സിലായല്ലേ? 40 കൊല്ലമായില്ലോടാ ഞാൻ നിന്നെ വളർത്താൻ തുടങ്ങിയിട്ട്. എന്തായാലും അമ്മച്ചിയോട് നിനക്ക് സ്നേഹമുണ്ടല്ലോ, അത് മതി. അതൊന്നുമില്ല അമ്മച്ചി. പോട്ടെ. ആ, മതി. തുടങ്ങിയല്ലോ. എല്ലാം വെച്ചില്ലടാ. എടാ, എപ്പോഴാ നീ ഇനി ഇങ്ങോട്ട് വരുന്നേ? ആ, പാപ്പന്റെ ചുമണ്ട് ടീ വണ്ടി തന്നെ തിരിച്ചു വരേണ്ടി വരുന്ന തോന്നുന്നു. എത്ര വലിയ മന്ത്രിയായാലും അപ്പനെ നീ മറക്കരുത്. കക്കരുതെന്ന് ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുകയല്ല. പക്ഷെ എല്ലാം കൂടെ ഒറ്റയ്ക്ക് നീ അങ്ങ് വിഴുങ്ങരുത്. നാടിന് ഗുണമുള്ള കാര്യങ്ങളും കൂടെ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്യാം. ഇവൻ നന്നാകുകയില്ല മോളെ, നീ വേണം ഇനി ഇവനെ നന്നാക്കി എടുക്കാൻ. അതൊക്കെ പിന്നെ ഹലോ, പാമ്പ് കടിക്കുമ്പോ അവരറിയിക്കും. പാമ്പട്ടി ഒന്ന് വണ്ടി കയറും. കൊച്ചാപ്പി, ജോസിന്റെ പേരിൽ കണ്ണു വേണേ. അപ്പൊ ശരിയെന്നാ എല്ലാവരോടും. എന്റെ പൊന്നു സാറേ, എനിക്ക് താല്പര്യമില്ലെന്ന് സഖാവിനോട് പറഞ്ഞായിരുന്നാ? അതിന് മാറ്റമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ അടുത്ത് കാണാം. എന്തിനാ മന്ത്രിയാകണ്ടെന്നൊക്കെ പറഞ്ഞേ? ഓ, അത് കായിക വകുപ്പല്ലയോ? കായികത്തെ കൈയിട്ട് എന്നാ കിട്ടാനാ? എനിക്ക് റവന്യാ താല്പര്യം. എന്നാലും ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് നീ കണ്ടോ, അവന്മാർ ഇനിയും വിളിക്കും. ഞാനില്ലാതെ ആര് സത്യപ്പെടുത്തി ഞാനടി. റവന്യാണെ നല്ല വാരുവാരാ. രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് സത്യപ്രതിജ്ഞ ഉണ്ടാക്കാൻ പോയിരിക്കല്ലേ? അപ്പൊ ഞാനാരാ? എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ ഈ പിശാസിന്റെ ഫ്രണ്ട്. ചെയ്ത് ഇത്തിരി കടന്ന കൈയൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കരുത്. ഈ മാമച്ചൻ അത്രയ്ക്ക് ഇഷ്ടമാണോ തന്നെ ഇങ്ങനെ ഒരു ഊളത്തര എന്നെ വിളിച്ച് പറയണമെങ്കിൽ അത് അസ്ഥിക്ക് പിടിച്ചിട്ട് തന്നെയാ. ഒരു സുഹൃത്തിന് ആവശ്യം വരുമ്പോഴല്ലേ നമ്മളൊക്കെ സഹായിക്കേണ്ടത്. ഇച്ചിരി നാരത്തരമൊക്കെ കയ്യിലുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ആള് നല്ല മനുഷ്യനാട്ടോ. ഇതുപോലൊരു മുതല് എന്റെ വീട്ടിലുണ്ട്. അന്ന് സഹായിച്ചത് മുഴുവൻ ഈ മാമച്ചനാണ്. എന്റെ പേര് ചാർലി എന്നൊന്നുമല്ല, ഞാൻ ജോസൂട്ടി. ജോസൂട്ടിയോ? പാലായിലൊരു പ്ലാന്ററാ.
അച്ഛാ തിരക്കെല്ലാം കഴിഞ്ഞ് സമയം പോലെ നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങണം. ഞങ്ങള് ഒന്നും മനസ്സിൽ വെക്കരുത്. എന്നാ പിന്നെ അച്ഛാ സമയങ്ങളുണ്ടാവും, നിങ്ങൾ വിട്ടോ, ഞാൻ പോവാം. ഓക്കെ ശരി. ഓ അച്ഛേ പറയാൻ മറന്നുപോയി, വിഷ് യു ഹാപ്പി അറിയുന്നുണ്ട് ഒരടിപൊളി ലൈഫ്. ശരി, എന്നാ പോയേക്കാം. അടിപൊളി, ഇതല്ല എനിക്ക് ആവശ്യം. അതുകൂട്ട് പണി ഞാൻ തന്നോട് കാണിച്ചേ. വേണേ എനിക്കിത് മറച്ചു വെക്കായിരുന്നു, പക്ഷെ അതുകൂടെ തന്നോട് ചെന്ന് ശരിയല്ല തോന്നി. എന്നെ കുറിച്ച് നീ നല്ലൊന്നും കേട്ടിട്ടുണ്ടാവുകയല്ല. ചാർലി അല്ല ജോസൂട്ടി പറഞ്ഞ പോലെ ചെയ്ത് എത്തി കടന്നായി പോയെന്ന് എനിക്കും അറിയാം. മാമച്ചന് ഇതുവരെ കെട്ടാഞ്ഞത് പെണ്ണായിട്ടായിട്ടല്ല, മനസ്സിനാണെങ്കിൽ ഒരാളെ കാണായിട്ട. കണ്ടപ്പോ അത് കളയാനും തോന്നിയില്ല. ഇച്ചിരി ഏജ് ഓവറായിപ്പോയെങ്കിലും പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഞാൻ. എന്നായാലും തന്നെ മാത്രം പറ്റിക്കില്ല. ഞാൻ ക്ഷമിക്കാൻ പറ്റും, ക്ഷമിക്കും. അല്ലെങ്കിൽ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മന്ത്രിയെ തന്നെ എന്നുള്ള ചീത്ത പേരോ. അപ്പൊ ഓക്കെ പോയേക്കാം. എടോ പൊന്നുനാരി, നിങ്ങൾ ഇമാതിരി ഒരു മുറ്റിനാവെന്ന് ഞാൻ അറിഞ്ഞില്ല. മോനെ പാച്ച അമ്മയോ കിട്ടിയില്ല, മോളും അച്ഛോ അടിപൊളി.